ശംഖുപുഷ്പങ്ങൾ കൊണ്ടുണ്ടാക്കിയ വിഭവങ്ങൾക്ക് നടുവിലാണ് ഞാനുള്ളത്. സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് കനകക്കുന്നിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലെ ഒരു വേറിട്ട രുചിയും കാഴ്ചയുമാണ് ഈ ശംഖുപുഷ്പങ്ങൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വിഭവങ്ങൾ. ഇത് ഒരുക്കിയിരിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിലാണ്. ഇത് ശംഖുപുഷ്പത്തിന്റെ നീര് ചേർത്ത റൈസാണ്, ബിരിയാണി റൈസാണ്. ഇതാണെങ്കിൽ ശംഖുപുഷ്പം ചേർത്തിട്ടുള്ള കിണ്ണത്തപ്പമാണ്. ഇത് പുട്ടിംഗ് ആണ്, അതിന്റെ കൂടെ ചേർത്തതാണ്. ഇത് പിന്നെ ഇടിയപ്പമാണ്, ഇതും രണ്ടും കേസരിയാണ്. പിന്നെ ഇത് ബീട്രൂട്ടിന്റെ ഇതാണ്, ബീട്രൂട്ടിന്റെ ചാറ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. സെപ്റ്റംബർ 1 മുതൽ 30 വരെ ഞങ്ങൾ പോഷകാഹാരത്തിന്റെ മാസാചരണം നടത്തുന്നുണ്ട് എല്ലാ വർഷവും. ശംഖുപുഷ്പങ്ങൾ കൊണ്ടുള്ള വെറൈറ്റി മാത്രമല്ലല്ലോ, അപ്പുറത്ത് പച്ചക്കറികൾ കൊണ്ട് പല തരത്തിലുള്ള ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തുക എന്നുള്ളതിന് വേണ്ടി, അതിന് കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയുള്ള രീതിയിലാണ് ഇതാണ് ഉണ്ടാക്കിയത്. അത് സ്മാർട്ട് അംഗൻവാടി എന്നുള്ളതാണ്. അംഗൻവാടിയിൽ ഇപ്പോഴുള്ള ഫെസിലിറ്റീസിൽ ഇതൊക്കെയാണ്. പ്ലേ ഉണ്ട്, കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി അതിന് വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അംഗൻവാടി മുഖേനയുള്ള വിദ്യാഭ്യാസം. ഔപചാരിക വിദ്യാഭ്യാസമാണ് ഇപ്പം അംഗൻവാടിയിൽ കൊടുക്കുന്നത്. സ്മാർട്ട് അംഗൻവാടിയുടെ രൂപഘടനയാണ് ഇത്. ആരോഗ്യമുള്ള കുട്ടികളെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയും അവരുടെ കഴിവുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയും ഒതുങ്ങുന്ന തരത്തിലുള്ള ഒരു സ്റ്റോളാണ് വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ കനകക്കുന്നിൽ ഒരുക്കിയിട്ടുള്ളത് എന്നതാണ്. വീഡിയോ ജേർണലിസ്റ്റ് സച്ചിൻ ചന്ദ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ ആഷൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.